ടു ഫിസിക്സ് എക്സാം സ്പെഷ്യൽ. റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്നും കുറച്ച് ചോദ്യം. ഫസ്റ്റ് വൺ, എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ക്യാപിറ്റൽ എ ഓഫ് ഡീകെ കോൺസ്റ്റൻറ്റ് ലാംഡ എ, ലാംഡ 1 ലാംഡ 2 എന്നൊക്കെ പറയുന്ന പോലെ ലാംഡ സബ്സ്ക്രിപ്റ്റ് എ disintegrates to form the element capital B of decay constant lambda B, which disintegrates to form the element C. At the sentence, under what condition the number of B atoms remains constant? ഡിസിൻറ്റഗ്രേഷൻ ലോ എന്ന് പറഞ്ഞാൽ dN/dt മൈനസ് ലാംഡ എൻ എന്നാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിലൊക്കെ മൈനസ് അങ്ങ് കളയാം. അപ്പോൾ dN/dt ലാംഡ എൻ. അപ്പോൾ എ ആറ്റം, എ എന്ന് പറയുന്ന എലമെൻറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈക്വേഷൻ ഇങ്ങനെ എഴുതാം, dNA/dt ലാംഡ എ എൻ എ. ഇത് എ ആറ്റം ബി ആറ്റമായിട്ട് എ ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഓരോ സെക്കൻഡിലും ഇത്രയും ആറ്റംസ് നശിച്ചു കൊണ്ടിരിക്കുക, എ ആറ്റം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുക, എ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ബി ജനറേറ്റഡ് ആകുക, എ ബി ആയിട്ട് മാറുക. അപ്പോൾ ഇത് എയുടെ ഡിസ്ട്രക്ഷനാണ്, അതേസമയം ബിയുടെ ക്രിയേഷനാണ്. ഓരോ സെക്കൻഡിലും ഈ റേറ്റ് അനുസരിച്ച് എ ആറ്റം അപ്രത്യക്ഷമാകും. ഇത് അപ്രത്യക്ഷമായ ബി ആറ്റമായിട്ട് മാറുക. അപ്പോൾ ചുരുക്കത്തിൽ ഇത് എ ആറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, അതേസമയം ദിസ് ഈസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി ആയിട്ട് മാറുന്ന. അപ്പോൾ dNA/dt ലാംഡ എ എൻ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ബി ഈ റേറ്റിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി dNB/dt ലാംഡ ബി എൻ ബി, ഇത് ബി സി ആയിട്ട് മാറുന്ന ഇക്വേഷനാണ്. ബി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സി ആയിട്ട് മാറുക. അപ്പോൾ ബിയുടെ ഡിസ്ട്രക്ഷനാണ് ഈ കാണിക്കുന്ന ഇക്വേഷൻ. ഓരോ സെക്കൻഡിലും ബി എത്ര കണ്ടു കുറയുന്നു എന്നതിൻ്റെ അളവാണ് ഈ കാണുക. അപ്പോൾ ബി കോൺസ്റ്റൻ്റ്, അപ്പോൾ ഇത് ബി ജനറേറ്റഡ് ആകുന്നു, ക്രിയേറ്റഡ് ആകുന്ന അളവ്, ഇത് ബി നശിക്കുന്ന അളവ്. അപ്പോൾ ബിയുടെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ക്രിയേഷൻ ഓഫ് ബി മസ്റ്റ് ബി ഈക്വൽ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ബി. ബി എത്ര കണ്ട് നഷ്ടപ്പെടുന്നു അത്രയും ബി ജനറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ബി ആറ്റത്തിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. അപ്പോൾ ചുരുക്കത്തിൽ when B remains constant in number, this must be equal lambda A N A equals lambda B N B. This is the required answer. Another one. A radioactive element capital A of decay constant lambda A, മുമ്പേ പറഞ്ഞ ചോദ്യത്തിലെ കൂട്ടുതൽ, disintegrates to form B of constant lambda B by emitting X alpha particles, X number of alpha particles per second. B disintegrates to form C by emitting Y beta particles per second. Find the ratio of number of A atoms to the number of B atoms. മുമ്പേ കേട്ട പോലെ എ ആറ്റത്തിൻ്റെ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ dNA/dt ലാംഡ എ എൻ എ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ആറ്റം ഒരു സെക്കൻഡിൽ എക്സ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്ത് ബി ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ആറ്റം ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ തന്നെയാണ്. അപ്പോൾ dNA/dt എന്ന് പറഞ്ഞാൽ എക്സാണ്. എക്സ് ഈക്വൽസ് ലാംഡ എ എൻ എ. ഇനി ബി ആറ്റംസ് ഒരു സെക്കൻഡിൽ ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്ത് മറ്റൊരു എലമെൻ്റായിട്ട് മാറുന്നു.
അപ്പോൾ അതിൻ്റെ അർത്ഥം dNB/dt എന്ന് പറഞ്ഞാൽ y എന്ന് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ BNB. ഇതിൻ്റെ റേഷ്യോ എടുക്കുക, x/y ഈക്വൽസ് ലാംഡ NA/ലാംഡ BNB. ഇവിടെ ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് നമ്പർ ഓഫ് എ ആറ്റംസ് ടു നമ്പർ ഓഫ് ബി ആറ്റംസ് എന്ന് പറഞ്ഞാൽ NA/NB കാണേണ്ടത്. ഇവിടുന്ന് NA/NB എടുത്തു കഴിഞ്ഞാൽ x ലാംഡ B/y ലാംഡ A. ദാറ്റ് ഈസ് ദി ആൻസർ. ഇതിൽ എക്സും വൈ ഈക്വൽ ആണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ x/y ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. ഇപ്പോൾ ഈ ജനറൽ കേസായത്, ഇതൊരു സ്പെഷ്യൽ കേസ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ദി ലൈഫ് ഓഫ് എനി വൺ ആറ്റം ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ വേരീസ് ഫ്രം ഡാഷ് ടു ഡാഷ്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഒരു പ്രത്യേക അളവ് നമുക്ക് ഉണ്ട്. 10 ഗ്രാമോ 20 ഗ്രാമോ എത്രയും ആയിക്കോട്ടെ. അത് അനേകം റേഡിയോ ആക്റ്റീവ് ആറ്റംസ്, അതിനകത്തെ ആറ്റംസ് എല്ലാം റേഡിയോ ആക്റ്റീവ്. ഇതിൽ ഈ റിയാക്ഷൻ, അതായത് ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അവസാനം ലെഡാകും. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മുഴുവൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തീരാൻ ഇൻഫൈനൈറ്റ് ടൈം വേണം. റേഡിയോ ആക്ടിവിറ്റി നിൽക്കുന്നത് മുഴുവൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തീരണമെങ്കിൽ ഇൻഫൈനൈറ്റ് ടൈം വേണം. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഹാഫ് ലൈഫ് തന്നെ അനേകായിരങ്ങൾ വർഷങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് സൃഷ്ടിക്കപ്പെട്ടാൽ, പ്രകൃതിയിലുണ്ടായാൽ ഉടൻ തന്നെ റേഡിയോ ആക്ടിവിറ്റി തുടങ്ങും. അപ്പോൾ ഏതോ ഒരാറ്റം ഈ ക്രിയേറ്റഡ് ആകുന്ന ഉടൻ തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജീവിതകാലം 0യാണ്. ജനിക്കുന്ന ഉടനെ അത് മറ്റൊരു എലമെൻ്റായിട്ട് മാറുക. ഇത് ഇൻഫൈനൈറ്റ് ടൈം എടുത്ത് ഡിസിൻറ്റഗ്രേഷൻ പൂർത്തിയാവും. അപ്പോൾ ഇൻഫൈനൈറ്റ് ടൈം വരെ ജീവിച്ചിരിക്കുന്ന അതേ എലമെൻ്റായിട്ട് നിലനിൽക്കുന്ന ഏതോ ഒരാറ്റമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ഒരു സാമ്പിൾ എടുത്താൽ അതിലെ ചില ആറ്റത്തിന് ലൈഫ് 0യാണ്. പെട്ടെന്ന് ജനിക്കുന്നതോടെ അത് ക്രിയേറ്റഡ് ആവുന്ന എലമെൻറ്റ് ഫോം ചെയ്യുമ്പോഴേ ഡിസിൻറ്റഗ്രേഷൻ തുടങ്ങുക, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആറ്റം. അപ്പോൾ അതിൻ്റെ ലൈഫ്, ജീവിത ദൈർഘ്യം 0. മറ്റ് ഇത് അവസാനം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആറ്റംസ് അതിനകത്തുണ്ടാവും, അതിൻ്റെ ലൈഫ് അപ്പോൾ ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ലൈഫ് 0 to infinity. ഈ ചോദ്യത്തിൽ പറയുന്നത് ലൈഫ് ഓഫ് എനി വൺ ആറ്റം ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ വേരീസ് ഫ്രം 0 to infinity. അതാണ് ആൻസർ. അപ്പോൾ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ ലൈഫ് ടൈമുള്ള റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഒരു സാമ്പിളിലുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുക. പലതും പല സമയമാണ് ജീവിതകാലം. അപ്പോൾ അതിനൊരു ആവറേജ് പറയും, ആവറേജ് ലൈഫ്. അതിനെ മീൻ ലൈഫ് എന്ന് വിളിക്കുക. മീൻ ലൈഫിനുള്ള ഫോർമുല 1/λ. ഇതെല്ലാം ഞാൻ റേഡിയോ ആക്റ്റീവ് പോസ്റ്റിങ്ങിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹാഫ് ലൈഫ് ഉണ്ട്, അത് നമുക്കറിയാം. ഒരു സമയത്തുള്ള എമൗണ്ട് അതിൻ്റെ പകുതിയായിട്ട് മാറാൻ എടുക്കുന്ന സമയം, അതിന് ഹാഫ് ലൈഫ് എന്ന് പറയാം. ഹാഫ് ലൈഫ് ഈസ് 0.693/λ, where λ is the decay constant. അടുത്ത ചോദ്യം, മീൻ ലൈഫ് ഓഫ് ആൻ ആറ്റം ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഈസ് dash the half life of the same. മീൻ ലൈഫ് 1/λ. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0.693/λ. എങ്കിൽ മീൻ ലൈഫ് ബൈ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ മീൻ ലൈഫ് 1/λ, ഹാഫ് ലൈഫ് 0.693/λ. എങ്കിൽ മീൻ ലൈഫ് ബൈ ഹാഫ് ലൈഫ് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാംഡ ക്യാൻസൽ ചെയ്യും,
1/0.693 എന്ന് വരും. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മീൻ ലൈഫ് ബൈ ഹാഫ് ലൈഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് മീൻ ലൈഫ് ഈക്വൽസ് കോൺസ്റ്റൻറ്റ് ഇൻ ടു ഹാഫ് ലൈഫ്. അത് നമുക്ക് എങ്ങനെ പറയാം? മീൻ ലൈഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹാഫ് ലൈഫ്. ദാറ്റ് ഈസ് ദി ആൻസർ. മീൻ ലൈഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹാഫ് ലൈഫ്. നേരത്തെ ഉള്ള പോസ്റ്റിങ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ബ്രാഞ്ചിൽ നിന്നും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂറിക്കൽ പ്രോബ്ലം, കോൺസെപ്റ്റൽ പ്രോബ്ലംസ് ആൻഡ് സോ ഓൺ. ഉള്ള സമയം കൊണ്ട് പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.